എല്ലാ അമൃത ടിവി പ്രേക്ഷകർക്കും ഗൾഫ് പനോരമയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വാനത്ത് വിമാനങ്ങൾ തീർക്കുന്ന വിസ്മയ കാഴ്ചകൾ. മുത്തപ്പന്റെ ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന മദീന സിംഗാൻഷിന. ഗൾഫ് ന്യൂസ് ഫ്ലാഷസ് ഓഫ് ദി വീക്ക്. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവം 2015. വിമാനങ്ങൾ വാനത്ത് തീർക്കുന്ന വിസ്മയ കാഴ്ചകളാണ് ദുബായ് എയർ ഷോയുടെ പ്രത്യേകത. ആരെയും കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ആധുനിക കാലഘട്ടത്തിൽ വ്യോമയാന രംഗം കൈവരിച്ച വമ്പിച്ച നേട്ടങ്ങളുടെ കാഴ്ചകൾ ഇത് ദുബായ് എയർ ഷോ കാഴ്ചകൾ. വിമാനം എന്നും മനുഷ്യരെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. 1903 റൈറ്റ് സഹോദരന്മാർ ആദ്യ വിമാനം പറത്തിയപ്പോൾ വിസ്മയിച്ചു പോയ ജനം കാലങ്ങൾ ഏറെ കഴിഞ്ഞിട്ടും സാങ്കേതിക രംഗത്ത് അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിട്ടും ഇന്നും വിമാനത്തിന്റെ പറക്കൽ വിസ്മയത്തോടെ തന്നെ നോക്കി നിന്നു പോകുന്നു. അതാണ് ഈ ആകാശവാഹനത്തിന്റെ അവസാനിക്കാത്ത ആകർഷണം. വിമാനത്തിന് വാനത്തിലൂടെ കുതിച്ചു പറക്കാൻ മാത്രമല്ല, അത്ഭുതപ്പെടുത്തുന്ന വിധത്തിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്താനും കഴിയുമെന്ന് തെളിയിക്കുകയായിരുന്നു ദുബായിയുടെയും ഇറ്റലിയുടെയും വ്യോമസേനാ വിഭാഗം 14ാമത് ദുബായ് എയർ ഷോയിൽ. UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുമും അബുദാബി കിരീടാവകാശിയും UAE സായുധ സേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സംയുക്തമായാണ് ഈ മാസം 8-ാം തീയതി ഞായറാഴ്ച രാവിലെ 14ാമത് ദുബായ് എയർ ഷോ ഉദ്ഘാടനം ചെയ്തത്. ദുബായ് അൽ മക്തും രാജ്യാന്തര വിമാനത്താവളമാണ് എയർ ഷോയ്ക്ക് വേദിയായത്. UAEയുടെയും ഇറ്റലിയുടെയും വ്യോമസേനാംഗങ്ങളാണ് ഇത്തവണ വാനത്ത് വിസ്മയം വിരിയിച്ച അഭ്യാസ പ്രകടനങ്ങൾ നടത്തിയത്. ഇതുതന്നെയായിരുന്നു ഇത്തവണത്തെ ദുബായ് എയർ ഷോയുടെ പ്രധാന ആകർഷണവും. എയർബസും ബോയിങ്ങുമെല്ലാം പതിവ് പോലെ ഇത്തവണയും അവരുടെ ഏറ്റവും പുതിയ യാത്രാ വിമാനങ്ങൾ അണിനിരത്തി. ഈ കമ്പനികൾക്കെല്ലാം വൻ ഓർഡറുകളാണ് ഇവിടെ നിന്ന് ലഭിച്ചതും. ലോകത്തിലെ പ്രമുഖരായ എല്ലാ ഹെലികോപ്റ്റർ കമ്പനികളും എയർ ഷോയിൽ പങ്കാളികളായി. അത്യാധുനിക യുദ്ധവിമാനങ്ങൾ സാധാരണക്കാർക്ക് നെഞ്ചിരിപ്പില്ലാതെ കാണാൻ അവസരമൊരുങ്ങുന്നത് ഇത്തരത്തിലുള്ള എയർ ഷോകളിൽ മാത്രമാണ്. പക്ഷേ ഇത്തവണ ദുബായ് എയർ ഷോയിൽ എത്തിയവരിൽ സാധാരണക്കാർ ഏറെ ഉണ്ടായിരുന്നില്ല. മിക്കവരും വ്യോമയാന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, വിവിധ രാജ്യങ്ങളിലെ വ്യോമസേനാംഗങ്ങൾ, നയതന്ത്ര പ്രതിനിധികൾ, മന്ത്രിമാർ, വ്യവസായ ഉദ്യോഗസ്ഥ പ്രമുഖർ. അതുകൊണ്ടുതന്നെ എയർ ഷോ നടക്കുന്ന അൽ മക്തും എയർപോർട്ടിലേക്കുള്ള പ്രവേശനത്തിന് കർശനമായ നിയന്ത്രണങ്ങളാണ് അധികൃതർ ഏർപ്പെടുത്തിയത്.
ദുബായ് നഗരത്തിൽ നിന്നും വളരെ അകലെയുള്ള അൽമക്തും വിമാനത്താവളം വേദിയായതുകൊണ്ട് തന്നെ ആകാശത്ത് വിമാനങ്ങൾ നടത്തിയ അത്ഭുത പ്രകടനങ്ങളും സാധാരണക്കാർക്ക് കാണാൻ അവസരമുണ്ടായിരുന്നില്ല. പക്ഷേ വ്യോമയാന രംഗത്തെ ലോകത്തിലെ എല്ലാ പ്രമുഖരും എത്തിയെന്നതും വിമാന നിർമ്മാണ രംഗത്തെ എല്ലാ പ്രമുഖ കമ്പനികളുടെയും സാന്നിധ്യം ഉറപ്പിച്ചുവെന്നതും നിരവധി കരാറുകൾ ഒപ്പിട്ടതും വൻ ഓർഡറുകൾ ലഭിച്ചതും ഇത്തവണത്തെ ദുബായ് എയർ ഷോയുടെ നേട്ടമാണ്. 14ാമത് ദുബായ് എയർ ഷോയുടെ അവിസ്മരണീയമായ നേട്ടം. ഇനി മദീന സിംഗാൻഷിനെ പരിചയപ്പെടാം. മദീന സിംഗാൻഷിന ജനിച്ചത് പഴയ സോവിയറ്റ് യൂണിയനിലെ തജിക്കിസ്ഥാനിൽ, ഇപ്പോൾ ജീവിക്കുന്നത് പോർച്ചുഗലിൽ. വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വടക്കേ മലബാറിലെ മുത്തപ്പന്റെ ചിത്രങ്ങൾ. മദീന സിംഗാൻഷിനയ്ക്ക് മലയാളം അറിയില്ല. ജനിച്ചത് പഴയ സോവിയറ്റ് യൂണിയനിലെ തജിക്കിസ്ഥാനിൽ, ഇപ്പോൾ ജീവിക്കുന്നത് പോർച്ചുഗലിൽ. ഇവിടെ നിന്നൊന്നും മദീന സിംഗാൻഷിന മലയാളം കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലാണ്. ചിത്രകാരിയായ മദീന സഞ്ചാരപ്രിയയാണ്. ലോകത്തിലെ കാഴ്ചകൾ കാണുന്നതും വരയ്ക്കുന്നതുമാണ് ഹോബി. കേരളത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ കാണാൻ കൊതിയായി. അങ്ങനെയാണ് മദീന ഭർത്താവുമൊത്ത് കേരളത്തിലെത്തുന്നത്. 3 years ago, I first time visited Kerala just as a tourist and discovered this fantastic ceremony, and then got in touch with Travel Kannur, which became my really great friends. And now, by the invitation, I'm here in Dubai. My second exhibition of Tayyam, the first was in Kannur in February 2015. കണ്ടപ്പോൾ കേരളം മദീന സിംഗാൻഷിനയ്ക്ക് ഏറെ പിടിച്ചു. ഇവിടുത്തെ പ്രകൃതിയേക്കാളേറെ ഇവരെ ആകർഷിച്ചത് ഇവിടുത്തെ ക്ഷേത്രങ്ങളും വിശ്വാസങ്ങളും ചിത്രങ്ങളും മനുഷ്യരുമൊക്കെയാണ്. വടക്കേ മലബാറിലെത്തിയ മദീന സിംഗാൻഷിന കണ്ണൂരിൽ വെച്ചാണ് സന്തോഷ് വെങ്ങരയെ പരിചയപ്പെടുന്നത്. സന്തോഷ് വെങ്ങര കണ്ണൂരിലേക്ക് സന്ദർശകരെ ആകർഷിക്കുന്ന travelkannur.com വക്താവാണ്. ഇദ്ദേഹത്തിൽ നിന്നാണ് മദീന തെയ്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. I think Tayyam is an ancient ritual, and it's really attractive, and it's so unusual and so authentic. And this red and gold and yellow colors of Tayyam, I think they're positive and luck bringing. മദീനയും ഭർത്താവും 3 മാസങ്ങളാണ് സന്തോഷ് വെങ്ങരയുടെ വീട്ടിൽ താമസിച്ചത്. ഇക്കാലമത്രയും ഒട്ടും സമയം കളയാതെ ഏറെ കഷ്ടതകൾ സഹിച്ചാണ് ഇവർ വടക്കേ മലബാറിലെ വിവിധ ക്ഷേത്രങ്ങളിലെ വിവിധ തെയ്യങ്ങൾ കണ്ടതും മനസ്സിലാക്കിയതുമെന്നുമാണ് സന്തോഷ് വെങ്ങര പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അവര് നമ്മളുടെ ഈ സംസ്കാരത്തിലും നമ്മളുടെ ഈ റിച്വൽസിലും വളരെ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത്, അതായത് 3 മാസം അവർ സ്വന്തം ഒരു ബൈക്ക് സംഘടിപ്പിച്ച് എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് തെയ്യത്തിന് അതിനെ ശരിക്കും മനസ്സിലാക്കി പിന്നീട് അത് മനസ്സിൽ കണ്ടുകൊണ്ടാണ് വരയ്ക്കുന്നത്. ഓക്കെ, വളരെ വളരെ ഡിവോട്ടഡ് ആയിരുന്നു. ഞാൻ തന്നെ പലപ്പോഴും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് അവരോട് ഇതിനോടുള്ള അറ്റാച്ച്മെന്റ്, തെയ്യവുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള അറ്റാച്ച്മെന്റ്. തെയ്യങ്ങൾ മദീനയെ ഏറെ ആകർഷിച്ചു. മുത്തപ്പൻ തെയ്യത്തിലെ വിവിധ രൂപങ്ങൾ മനസ്സിൽ കോറിയിട്ടു. പിന്നെ അത് ക്യാൻവാസിൽ പകർത്താൻ തുടങ്ങി. ഒരു ചിത്രം വരച്ചപ്പോൾ പിന്നെയും പിന്നെയും ചിത്രങ്ങൾ വരയ്ക്കാനുള്ള പ്രേരണ തോന്നി. അങ്ങനെ നിരവധി ചിത്രങ്ങൾ വരച്ചു. സന്ദർശനം അവസാനിപ്പിച്ച് മദീന സിംഗാൻഷിന പോർച്ചുഗലിലേക്ക് മടങ്ങി. എന്നിട്ടും വര നിർത്തിയില്ല. തെയ്യക്കോലങ്ങൾ മനസ്സിൽ ആവാഹിച്ച് ചായങ്ങളിലൂടെ അവ ക്യാൻവാസിലേക്ക് പകർത്തുമ്പോൾ ലഭിക്കുന്നത് അനിർവചനീയമായ ആത്മസംതൃപ്തി. ആ സംതൃപ്തിയിൽ ഇവർ വരച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു ചിത്രം പൂർത്തിയാക്കുമ്പോൾ മറ്റൊരു ചിത്രം എന്ന കണക്കിൽ മുത്തപ്പന്റെ വിവിധ രൂപങ്ങൾ, ഭാവങ്ങൾ. Before making this painting, I make a study
so that I try to learn the costume details and the behavior of each character, and this really fascinates me. കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കുള്ളിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതിനാൽ തനിക്കതിനായിട്ടില്ല. എങ്കിലും പുറത്തുനിന്ന് നോക്കിക്കാണാറുണ്ടെന്നും അവ തന്നെ ഏറെ ആകർഷിച്ചിട്ടുണ്ടെന്നും മദീന പറയുന്നു. Unfortunately, I cannot enter the temples inside, in Kerala. So I observe them from outside, but from the outside, they're very good. ഇന്ത്യൻ മ്യൂറൽ പെയിന്റിങ്ങുകളെക്കുറിച്ച് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ടെന്നാണ് മദീന സിംഗാൻഷിന പറയുന്നത്. Mural painting in Europe doesn't exist in a way like it exists in India, so I don't really know much about it, maybe only from some books, from some illustrations. Yeah, but with the first opportunity I would know more. I had some lessons of miniature painting with Indian artists. That was a new experience, but mural paintings I still didn't have time to study it. ട്രാവൽ കണ്ണൂരാണ് മദീന സിംഗാൻഷിനിയെ ദുബായിലെത്തിച്ചത്. ദുബായിൽ വെച്ചും മദീന വരച്ചത് മുത്തപ്പനെ തന്നെ. മദീന സിംഗാൻഷിനയ്ക്ക് അറിയാം, മുത്തപ്പന്റെ മുഴുവൻ രൂപങ്ങളും ഭാവങ്ങളും ഇനിയും വരച്ചു കഴിഞ്ഞിട്ടില്ല. അതിനിയും ഒരുപാട് മനസ്സിലാക്കാനുണ്ട്, മനസ്സിൽ ഉറപ്പിക്കാനുണ്ട്, വരയ്ക്കാനുമുണ്ട്. ആ ചിന്തയിലാണ് മദീന സിംഗാൻഷിന. ഇനിയും കേരളത്തിലെത്താനും മുത്തപ്പനെ കാണാനും വരയ്ക്കാനുമുള്ള കൗതുകത്തിൽ, ആലോചനയിൽ. ഇനി ഇന്നത്തെ ഗൾഫ് ന്യൂസ് ഫ്ലാഷസ് ഓഫ് ദി വീക്ക്. FMC നെറ്റ്വർക്ക് ദുബായിൽ സംഘടിപ്പിച്ച മെഡിക്കൽ മീറ്റ് ശ്രദ്ധേയമായി. മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരും ഡോക്ടർമാരുമാണ് മെഡിക്കൽ നെറ്റ്വർക്ക് മീറ്റിൽ പ്രതിനിധികളായി എത്തിയത്. UAE മെഡിക്കൽ നെറ്റ്വർക്ക് ദാതാക്കളെ പങ്കെടുപ്പിച്ച് നടത്തിയ മീറ്റ് ഫാത്തിമ ഹെൽത്ത് കെയർ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KP ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. ആന്റിബയോട്ടിക് മരുന്നുകളുടെ ദുരുപയോഗം മൂലമുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ഡോക്ടർ ഹുസൈൻ പ്രധാനമായും സംസാരിച്ചത്. ആന്റിബയോട്ടിക് മരുന്നുകളുടെ അമിത ഉപയോഗം മൂലം കുടലിലെ സഹായക ബാക്ടീരിയകൾ നശിച്ചുപോകുന്നത് രോഗപ്രതിരോധത്തിനുള്ള ശരീരത്തിലെ സ്വാഭാവികമായ കഴിവ് നഷ്ടപ്പെടുത്തും. പൊണ്ണത്തടി, പ്രമേഹം തുടങ്ങിയ രോഗങ്ങൾക്കും ഇത് കാരണമാകും. ഒരു കാരണവശാലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ ആന്റിബയോട്ടിക് മരുന്നുകൾ ഉപയോഗിക്കരുതെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മെഡിക്കൽ ഇൻഷുറൻസ് രംഗത്തെ ചില തെറ്റായ പ്രവണതകൾ ഇന്ന് ലോകം നേരിടുന്ന വലിയ പ്രശ്നമാണെന്നും ഡോക്ടർ ഹുസൈൻ അറിയിച്ചു. പകർച്ചവ്യാധികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ഇതേക്കുറിച്ച് പല ചർച്ചകളും സമ്മേളനങ്ങളും ഗവേഷണങ്ങളും ആഗോളതലത്തിൽ നടക്കുന്നുണ്ട്. എന്നാൽ ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരാത്ത രോഗങ്ങൾ ലോകത്ത് സൃഷ്ടിക്കുന്ന ഭീഷണികളും ഏറെയാണ്. ഒരു കണക്കിന് പകർച്ചവ്യാധികളെക്കാൾ ഏറെ. ഈ ഭീഷണികളെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ നടന്ന നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഗ്ലോബൽ ഫോറം ചർച്ച ചെയ്തത്. NCDs ആഗോള സമ്മേളനം UAE സുപ്രീം കൌൺസിൽ അംഗവും ഷാർജ ഭരണാധികാരിയുമായ ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി ഉദ്ഘാടനം ചെയ്തു. ഷാർജ അൽജവർ റിസപ്ഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററാണ് ആഗോള സമ്മേളനത്തിൽ വേദിയായത്. ലോകത്തിലെ ഈ രംഗത്തെ പ്രമുഖർ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ചർച്ചകളിൽ പങ്കെടുത്തു. പുകവലിയാണ് ലോകത്ത് ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. ഇത് ഫലപ്രദമായി തടയാൻ കഴിഞ്ഞാൽ ലോകത്തെ ഒരു വലിയ പരിധിവരെ രക്ഷിക്കാനാവും. ലോകത്താകമാനം പ്രമേഹ രോഗം വർദ്ധിച്ചു വരുന്നതായും ഇതുമൂലമുള്ള മരണസംഖ്യ കൂടി വരികയാണെന്നും സമ്മേളനം വിലയിരുത്തി. 2030 പകർച്ചവ്യാധികളല്ലാത്ത രോഗങ്ങൾ പകുതിയായി കുറക്കണമെന്നതാണ് ലക്ഷ്യമെന്ന് NCDAയുടെ അധ്യക്ഷൻ ഡോക്ടർ ജോസ് ലൂയിസ് കാസ്ട്രോ അറിയിച്ചു. ഈ ലക്ഷ്യത്തിലേക്കുള്ള സാധ്യതകളെക്കുറിച്ചാണ് ഷാർജയിൽ നടന്ന NCDs ആഗോള ഫോറം പ്രധാനമായും ചർച്ച ചെയ്തതും. UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ ജന്മസ്ഥലമെന്ന നിലയിൽ ഏറെ പ്രസിദ്ധമാണ് അല്ലൈനിലെ ഖസർ അൽ മുവൈസി. UAE രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെയും UAE പ്രസിഡന്റ് ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെയും സ്മരണകൾ തങ്ങി നിൽക്കുന്ന പ്രദേശം. ഇവരുടെ പഴയകാലത്തെ ജീവിത മുഹൂർത്തങ്ങൾ വ്യക്തമാക്കുന്ന ഒട്ടനവധി ചിത്രങ്ങളാണ് ഖസർ അൽ മുവൈസിയുടെ പ്രധാന ആകർഷണം. ഇതിനോടകം തന്നെ സന്ദർശകരെ ഏറെ ആകർഷിച്ചിരുന്ന ഖസർ അൽ മുവൈസി മ്യൂസിയം അബുദാബി ടൂറിസം ആൻഡ് കൾച്ചറൽ അതോറിറ്റിയാണ് കഴിഞ്ഞ ദിവസം പുതുക്കി പണിത് പൊതുജനങ്ങൾക്കായി സമർപ്പിച്ചത്. ഈസ്റ്റേൺ റീജിയൻ അബുദാബി റൂളേഴ്സ് പ്രതിനിധി ഷെയ്ഖ് തഹനൂൻ ബിൻ മുഹമ്മദ് അൽ നഹ്യാനാണ് ഖസർ അൽ മുവൈസി ഔദ്യോഗികമായി തുറന്നുകൊടുത്തത്. 1970 മുതൽ
2009 വരെയുള്ള പുരാവസ്തു ശാസ്ത്ര സംബന്ധിയായ ഖനന സംരക്ഷണ വസ്തുക്കളും ഈ മ്യൂസിയത്തിന്റെ മറ്റൊരാകർഷണമാണ്. ഷാർജയിൽ അക്ഷരപ്രേമികളുടെ വസന്തോത്സവം അവസാനിച്ചു. ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരശ്ശീല വീണു. എങ്കിലും അക്ഷരപ്രേമികളുടെ മനസ്സിൽ മായാത്ത കുറെ ഓർമ്മകൾ ബാക്കിവെച്ചാണ് ഈ പുസ്തകോത്സവം സമാപിക്കുന്നത്. ഇത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവ കാഴ്ചകൾ. പുസ്തകപ്രേമികൾക്ക് അക്ഷരവസന്തത്തിന്റെ വർണ്ണപ്പൂക്കൾ സമ്മാനിച്ചാണ് 34ാമത് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് തിരശ്ശീല വീണത്. 11 ദിവസം നീണ്ടുന്ന പുസ്തകമേളയിൽ ഇത്തവണ എത്തിയത് 12,27,000 സന്ദർശകർ. ഇവർ വെറുതെ കാണാൻ വന്നവരായിരുന്നില്ല, പുസ്തകങ്ങൾ വാങ്ങാൻ തന്നെ വന്നവർ. ഇതാണ് ഇവിടുത്തെ വിൽപ്പനയുടെ കണക്ക് വ്യക്തമാക്കുന്നത്. ഇത്തവണത്തെ പുസ്തകമേളയിൽ വിറ്റുപോയത് 13.5 കോടി ദിർഹമിന്റെ, അതായത് 243 കോടി രൂപയുടെ പുസ്തകങ്ങൾ. ഇതിൽ തന്നെ മലയാളം പുസ്തകങ്ങൾ വിൽക്കുന്ന സ്റ്റാളുകളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് കാണപ്പെട്ടത്. ഇത് ഗൾഫിലെ മലയാളികളുടെ വായനയോടുള്ള പ്രിയം വ്യക്തമാക്കുന്നതാണ്. ഇത്തവണത്തെ ഷാർജ പുസ്തകമേളയിൽ തന്റെ സിനിമയിലെയും ജീവിതത്തിലെയും അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാൽ എത്തുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും ചില സാങ്കേതിക കാരണങ്ങളാൽ മോഹൻലാൽ വന്നില്ല. അതേസമയം പുസ്തകമേളയിൽ പങ്കെടുക്കാൻ മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങളായ പൃഥ്വിരാജും പാർവതി മേനോനും എത്തി. എന്നു നിന്റെ മൊയ്തീൻ എന്ന സിനിമയുടെ തിരക്കഥ പ്രകാശിപ്പിക്കുന്ന ചടങ്ങിലാണ് മൊയ്തീനെയും കാഞ്ചനമാലയെയും അനശ്വരാക്കിയ പൃഥ്വിരാജും പാർവതിയും എത്തിയത്. കൂടെ ഈ സിനിമയുടെ തിരക്കഥാകൃത്തും സംവിധായകനുമായ RS വിമലുമുണ്ടായിരുന്നു. ചിത്രത്തിലെ പ്രധാന കഥാപാത്രമായ BP മൊയ്തീന്റെ സഹോദരൻ BP റഷീദും പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. നിറഞ്ഞ സദസ്സാണ് ഈ പരിപാടിക്ക് സാക്ഷിയായത്. മുക്കത്തെ മണ്ണിൽ കാലുകുത്തിയപ്പോഴും അവിടുത്തെ ഇരവഞ്ഞിപ്പുഴ കണ്ടപ്പോഴുമെല്ലാം മൊയ്തീന്റെ പ്രണയം തന്റെ മനസ്സിലേക്ക് ആവാഹിക്കപ്പെടുകയായിരുന്നുവെന്ന് ചിത്രത്തിലെ കാഞ്ചനമാലയെ അവതരിപ്പിച്ച പാർവതി മേനോൻ പറഞ്ഞു. എനിക്ക് ഏറ്റവും കൂടുതൽ അതിലൊക്കെ നമുക്ക് പോസിറ്റീവായിട്ട് നിൽക്കാനുണ്ടായിരുന്നു ഈ കഥയും ഈ കഥയുടെ ആ പ്രണയവും റഷീദ് സാറിന്റെ സപ്പോർട്ടും എന്നായിരുന്നു. സോ എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ള ആ മുക്കത്തെ മണ്ണിന്റെ മണവും ഇരുവഴിഞ്ഞിപ്പുഴയുടെ അവിടുത്തെ കാറ്റും, ഇത് ഞാൻ അവിടെ ചെന്ന് ഒരു പ്രാവശ്യമെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൗഡായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ എനിക്ക് തോന്നുന്നത് ആ ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ആ പ്രണയത്തിന്റെ അറ്റ്ലീസ്റ്റ് 1% നമുക്ക് അനുഭവിച്ചു എന്ന് പറയാൻ പറ്റും. സോ അതായിരുന്നു എന്റെ ഒരു അനുഭവം ചുരുക്കം ചെറുപ്പം. ചിത്രത്തിന്റെ തിരക്കഥ തന്നെ ഏറെ ആകർഷിച്ചതായാണ് പൃഥ്വിരാജ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പ്രാവശ്യം GCCയിലേക്ക് വന്നിട്ടുള്ളത് ഒരു സിനിമയെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് മൊയ്തീന് വേണ്ടിയായിരിക്കും. അത് മാനുകാർത്തിക്കും കാഞ്ചനയ്ക്കും നിങ്ങൾ തന്ന സ്നേഹമാണ് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സോ താങ്ക് യു വൺസ് അഗൈൻ. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടായിരിക്കും ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് ഫെയറുകൾ ഒന്നായ ഷാർജ ബുക്ക് ഫെയറിൽ ഒരു മലയാള സിനിമയുടെ തിരക്കഥ പുസ്തക രൂപത്തിൽ പ്രകാശനം ചെയ്യുന്നത്. അത് ഇന്ന് ഇവിടെ ഈ സായനത്തിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചാവുന്നതിൽ ഒരുപാട് സന്തോഷം. ഇടം കൊണ്ട് മുറിവേറ്റുകൾ എന്ന ഡോക്യുമെന്ററി കണ്ടിട്ടാണ്. ആ ഡോക്യുമെന്ററി കണ്ടപ്പോൾ ഇതിനൊരു നല്ല സിനിമയ്ക്കുള്ളൊരു മെറ്റീരിയൽ ഇതിനുള്ളിൽ തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ വിമലിനോട് പറഞ്ഞു, വിമൽ തിരക്കഥ എഴുതിയിട്ട് വരൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഒരു വിശ്വാസം, ഇനി വിമൽ എഴുതുന്ന തിരക്കഥ മോശമാണെങ്കിലും അതിനെ വർക്ക് ചെയ്ത ഒരു നല്ല സിനിമയിലേക്ക് എത്തിക്കാമെന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന് അക്ഷരപ്രേമികൾ ഒഴുകിയെത്തിയ കാഴ്ചയാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കാണാനായത്. വിശാലമായ വേദിയിൽ 1500 തലക്കെട്ടുകളിൽ 15 ലക്ഷം പുസ്തകങ്ങളാണ് ഇവിടെ അക്ഷരപ്രേമികളെ തേടിയെത്തിയത്. പ്രസാധന രംഗത്തെ മികച്ച റെക്കോർഡാണിത്. പുസ്തകങ്ങൾ തേടിയെത്തിയവരാണെങ്കിൽ കൊച്ചുകുട്ടികൾ ഉൾപ്പെടെയുള്ള ജനലക്ഷങ്ങൾ. മേളയിൽ നിരവധി പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങുകളും നടന്നു. മലയാളത്തിൽ നിന്ന് മാത്രം 40 പുസ്തകങ്ങൾ ഇത്തവണ പ്രകാശനം ചെയ്തു എന്നതും ഒരു പ്രത്യേകതയാണ്. ഇതിൽ
ഷാർജ ഭരണാധികാരി ഡോക്ടർ ഷെയ്ഖ് സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ഉൾപ്പെടും. ഇത്തവണത്തെ പുസ്തകമേളയിൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് മാത്രമായി ഒരു സ്റ്റോളുമുണ്ടായിരുന്നു. അദ്ദേഹം രചിച്ച 3 പുസ്തകങ്ങളുടെ മലയാള പരിഭാഷയും ഈ സ്റ്റോളിൽ വിൽപ്പനയ്ക്കുണ്ടായിരുന്നു. OV ഉഷ, മമ്മൂട്ടി കട്ടയാട്, YA റഹീം എന്നിവരാണ് പുസ്തകങ്ങൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, പ്രഭാത് ബുക്ക് ഹൗസ് എന്നിവ ആദ്യമായാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിലെത്തിയത്. തങ്ങൾക്ക് ഏറെ പ്രോത്സാഹനമാണ് ഈ മേളയിൽ ലഭിച്ചതെന്നാണ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പ്രതിനിധി ആന്റണി അറിയിച്ചത്. ഞങ്ങൾ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആദ്യമായിട്ടാണ് ഷാർജ ബുക്ക് പുസ്തകോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ഞങ്ങൾ തുടങ്ങിയപ്പോൾ ഇത് വളരെ കൺസേൺഡ് ആയിരുന്നു. പക്ഷേ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എല്ലാവരുടെയും സഹകരണവും എല്ലാവർക്കും ഒരു നൊസ്റ്റാൾജിയായിരുന്നു. മിക്കവാറും ഇവിടെ വന്നവരെല്ലാവരും ഞങ്ങൾ യുറീക്ക പരീക്ഷ എഴുതിയിട്ടുണ്ട്, യുറീക്ക വായിച്ചവരാണ് എന്നൊക്കെയുള്ളൊരു സംഭാഷണ രീതിയായിരുന്നു. അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടായിരുന്നു. ഞങ്ങളിവിടെ കൊണ്ടുവന്ന എല്ലാ പുസ്തകങ്ങളും ഞങ്ങൾ വിറ്റഴിക്കപ്പെട്ടു എന്നുള്ളതാണ്. ആദ്യമായാണ് ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ എത്തിയതെന്നും ഇനി എല്ലാ മേളകളെയും പങ്കെടുക്കുമെന്നുമാണ് പ്രഭാത് ബുക്ക് ഹൗസ് പ്രതിനിധി ശ്രീലത അജിത്തിന് പറയാനുണ്ടായിരുന്നത്. ആദ്യമായിട്ട് കൊണ്ടുവരുന്നതിന്റെ ചെറിയൊരു ഇത് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. പക്ഷെ എന്നാൽ പോലും വളരെയധികം നല്ല റെസ്പോൺസ് ആയിരുന്നു ആൾക്കാരിൽ നിന്ന് കിട്ടിയിരുന്നു. ഒരുപാട് പേര് പ്രഭാത് ബുക്ക് ഹൗസിന്റെ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടപ്പം വളരെ സന്തോഷമുണ്ടെന്ന് പറഞ്ഞു വന്നു. അത് ഞങ്ങൾക്ക് വളരെ ഒരു പ്രചോദനമായിട്ട് മാറി സത്യം പറഞ്ഞാൽ. പിന്നെ പ്രഭാത് ബുക്ക് ഹൗസിന്റെ പുസ്തകങ്ങളെക്കുറിച്ച് എല്ലാവർക്കും ഇത്രയും അധികം ആൾക്കാർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു വലിയൊരു അഭിമാനമായിട്ട് തോന്നുന്നുണ്ട്. ഇത് കേരളത്തിലെ മാറാഞ്ചേരിയിൽ നിന്നും വന്ന മുഹമ്മദ് മാസ്റ്റർ. റിട്ടയർഡ് അധ്യാപകനായ മുഹമ്മദ് മാറാഞ്ചേരി പുസ്തകമേള കാണാനുള്ള താല്പര്യം കൊണ്ടാണ് ഷാർജയിലെത്തിയത്. ലോകത്ത് ഉള്ള മുഴുവൻ പബ്ലിക്കേഷൻസിന് ഏറെക്കുറെ എത്രയൊന്നും മുഴുവൻ എനിക്കറിയില്ല. ആ പബ്ലിക്കേഷൻസിനെ ഇവിടെ വരുത്തിയിട്ട് നിങ്ങളൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ ഈ സർക്കാരിനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. കാരണം ഷാർജ സർക്കാർ ഇത്രയധികം ഞാൻ മിക്ക സ്റ്റാളിലും പോയതാണ്. അറബിക്ക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച് എല്ലാ ഭാഷയിലും. യഥാർത്ഥത്തിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് അറബിക്ക്, പിന്നെ ഇംഗ്ലീഷ്, 3-ാം സ്ഥാനമാണ് മലയാളം. മലയാള ഭാഷയ്ക്ക് ലോകത്തിൻ്റെ ഒരു വലിയൊരു സന്ദേശം കൂടെയാണ്. കാരണം മലയാള ഭാഷ ലോകത്തിലൂടെ അറിയപ്പെടുകയാണല്ലോ. അല്ലെങ്കിൽ ഉണ്ട്, പക്ഷെ ഇങ്ങനെ പുസ്തകത്തിലൂടെ അറിയപ്പെടുന്ന വലിയൊരു സംഭവമാണിത്. ഇനിയും വരുന്ന മേളകളിലും പങ്കെടുക്കണമെന്ന താല്പര്യത്തോടെയാണ് മുഹമ്മദ് മാസ്റ്റർ മടങ്ങുന്നത്. മുഹമ്മദ് മാറാഞ്ചേരി മാസ്റ്റർ മാത്രമല്ല, ഇങ്ങനെ ഒട്ടേറെ പേരുണ്ട്. പുസ്തകത്തെ പ്രണയിക്കുന്നവർ, അതിന്റെ വസന്തോത്സവം കാണാൻ ആഗ്രഹിക്കുന്നവർ, എന്ത് ത്യാഗം സഹിച്ചും അതിനായി എത്തുന്നവർ. ഇവരാണ് പുസ്തകങ്ങളെ മരിക്കാതെ എക്കാലത്തും നിലനിർത്തുന്നതും മനസ്സിൽ താലോലിച്ചു കൊണ്ടു നടക്കുന്നതും. ഇവരാണ് ഓരോ പുസ്തകമേളയുടെയും വിജയശില്പികൾ. ഇന്നത്തെ ഗൾഫനർമയുടെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. കൂടുതൽ വാർത്തകളും കാഴ്ചകളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.